ഹലോ, ഇന്ന് ഞാൻ കച്ചവടം ചെയ്യാൻ വേണ്ടി പോകുന്ന 8ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ കച്ചവടം ചെയ്യുന്ന പ്ലേസിലെത്തി കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പോലീസും അമ്മമാരും വണ്ടി നിർത്തിയത്. എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ ഇന്ന് ഇവരാണ്. അങ്ങനെ ഞാനിപ്പം കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോഴാണ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോളോവേഴ്സായ ഈ ഒരു ഫാമിലി എൻ്റെ അടുത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. ഈ ചേച്ചിയും ചേട്ടനൊക്കെ എന്നോട് ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു ഫാമിലി പോയപ്പോൾ ഞാൻ അവർക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം അടുത്ത കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് അടുത്ത എൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള 2 കസ്റ്റമേഴ്സും കൂടെ വന്നത്. ഈ ചേട്ടന്മാരും എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന 2 കുട്ടികളാണ് ഇവർ. എൻ്റെ കുഞ്ഞു കടയിൽ നിന്ന് സംഭാരവും വത്തക്ക ജ്യൂസൊക്കെ കുടിച്ചിട്ടുള്ള ഒരു ചേട്ടൻ്റെ അഭിപ്രായമാണിത്. അടിപൊളി, ഒരു രക്ഷയില്ല. ഞങ്ങള് കോഴിക്കോട് വരികയാണ്. ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നാണ് തിരുനെല്ലി നെട്ര ഗ്രാമം. പക്ഷെ ഇവിടുത്തെ എല്ലാവരും എല്ലാവരും ഇവിടെ വരുമ്പോ സ്ഥലത്തിന്റെ പേരെന്തെങ്കിലും തിരുനെല്ലി ഇവിടെ ഈ വളവ് പപ്പാറ തിരുനെല്ലി പപ്പാറ അടുത്തുള്ള ഈ ടേണിംഗ് പോയിന്റിൽ ഇവിടെ ഒരു മോളുണ്ട്. അടിപൊളിയാണ്, രക്ഷയില്ല. എന്തായാലും കഴിക്കാം എല്ലാരും. അപ്പൊ ഓക്കെ. ഇപ്പൊ സമയം ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാനിപ്പോൾ കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 2 ട്രക്കിലെ മാമന്മാർ വണ്ടി നിർത്തിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സംഭാര വെള്ളവും വത്തക്ക ജ്യൂസൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പം എനിക്ക് 2-3 കസ്റ്റമേഴ്സിനെയും കൂടെ കിട്ടി. അങ്ങനെ ഇന്ന് വന്ന കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ സാധനങ്ങളൊക്കെ കൊടുത്തു. എൻ്റെ കയ്യിലെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം തീർന്നു. 4 മണി സമയം പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന അമ്മച്ചിമാരും ചേച്ചിമാരൊക്കെയാണ് ഇവർ. ഇന്നിപ്പോൾ ഏകദേശം ഒരു 5:30 സമയമൊക്കെ ആയപ്പം ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുവാണ്. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരത്തിനുള്ളിൽ വീട്ടിലെത്തി. അപ്പം ടാറ്റാ.